അധ്യായം 12. സാമുവേൽ വിടവാങ്ങുന്നു. സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു തന്നു. ഞാൻ രാജാവിനെ നിങ്ങൾക്ക് വാഴിച്ചു തന്നു. ഇപ്പോൾ നിങ്ങളെ നയിക്കാൻ ഒരു രാജാവുണ്ട്. ഞാൻ വൃദ്ധനായി ജരാനരകൾ ബാധിച്ചു. എൻ്റെ പുത്രന്മാരാകട്ടെ നിങ്ങളോട് കൂടെയുണ്ട്. യൗവനം മുതൽ ഇന്ന് വരെ ഞാൻ നിങ്ങളെ നയിച്ചു പോന്നു. ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ വെച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവേൻ. ഞാൻ ആരുടെയെങ്കിലും കാളയെയോ കഴുതയെയോ അപഹരിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിനു നേരെ കണ്ണടച്ചിട്ടുണ്ടോ? ഇവയിൽ ഏതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളതെന്തും മടക്കിത്തരാം. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടില്ല. ആരിലും നിന്നും യാതൊന്നും അപഹരിച്ചിട്ടുമില്ല. അവൻ അവരോട് പറഞ്ഞു, ഞാൻ തികച്ചും നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ കണ്ടുവെന്നതിന് കർത്താവും അവിടുത്തെ അഭിഷിക്തനും സാക്ഷിയാണ്. അവർ പ്രതിവചിച്ചു, അതെ, കർത്താവ് സാക്ഷി. സാമുവേൽ തുടർന്നു, മോശയെയും അഹറോനെയും നിയമിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത കർത്താവ് സാക്ഷി. കേട്ടുകൊള്ളുവേൻ. നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ കർത്താവിൻ്റെ മുൻപിൽ കുറ്റപ്പെടുത്താൻ പോകുകയാണ്. യാക്കോബ് ഈജിപ്തിലെത്തുകയും അവൻ്റെ സന്തതികളെ ഈജിപ്തുകാർ ഞെരുക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. അവിടുന്ന് മോശയെയും അഹറോനെയും അയച്ചു. അവർ നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് താമസിപ്പിച്ചു. പക്ഷേ അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചു. അവിടുന്ന് അവരെ ഹസോറിലിയാബിൻ രാജാവിൻ്റെ സേനാധിപനായ സീസെറായുടെയും ഫിലിസ്ത്യരുടെയും മൊവാബ് രാജാവിൻ്റെയും കരങ്ങളിൽ ഏൽപ്പിച്ചു. അവർ ഇസ്രായേലിയരോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തുപോയി. കർത്താവിനെ ഉപേക്ഷിച്ച് ബാലിൻ്റെയും അഷ്താർത്തയുടെയും ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചു. ഇപ്പോൾ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുക. ഞങ്ങൾ അവിടുത്തെ സേവിച്ചുകൊള്ളാം. കർത്താവ് ജെറുബാലിനെയും ബാറാക്കിനെയും ജെഫ്തായെയും സാമുവേലിനെയും അയച്ച് എല്ലാ ശത്രുക്കളിലും നിന്ന് നിങ്ങളെ രക്ഷിച്ചു. നിങ്ങൾ സുരക്ഷിതരായി വസിച്ചു. അമോന്യരുടെ രാജാവായ നാഹാഷ് ആക്രമിക്കാൻ ഉദ്യമിച്ചപ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളുടെ രാജാവായിരിക്കെ ഭരിക്കാനൊരു രാജാവ് വേണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത രാജാവിനെ കണ്ടാലും ഇതാ കർത്താവ് നിങ്ങൾക്കായി ഒരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു. നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും നിങ്ങളും നിങ്ങളെ ഭരിക്കുന്ന രാജാവും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും. നിങ്ങൾ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ നിരസിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങൾക്കും നിങ്ങളുടെ രാജാവിനും എതിരായിരിക്കും. നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവേൻ. ഇത് ഗോതമ്പ് കൊയ്യുന്ന കാലമല്ലേ? ഇടിയും മഴയും അയക്കാൻ കർത്താവിനെ വിളിച്ച് ഞാൻ അപേക്ഷിക്കും. ഒരു രാജാവിനെ ആവശ്യപ്പെട്ടതുകൊണ്ട് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ ദുഷ്ടത എന്തെന്ന് അപ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. സാമുവേൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഇടിയും മഴയും അയച്ചു. ജനം കർത്താവിനെയും സാമുവേലിനെയും ഭയപ്പെട്ടു. അവർ സാമുവേലിനോട് അപേക്ഷിച്ചു, ഞങ്ങൾ മരിക്കാതിരിക്കാൻ അങ്ങയുടെ ദൈവമായ കർത്താവിനോട് ഈ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. രാജാവിനെ ചോദിച്ചതുകൊണ്ട് മറ്റെല്ലാ പാപങ്ങൾക്കും പുറമെ ഈ പാപവും ഞങ്ങൾ ചെയ്തു. സാമുവേൽ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു. എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുവേൻ. നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്. അവ വ്യർത്ഥമാണ്. തൻ്റെ ഉത്കൃഷ്ടനാമത്തെ പ്രതി കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. നിങ്ങളെ തൻ്റെ ജനമാകാൻ അവിടുന്ന് പ്രസാദിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കാം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ കർത്താവിനെ സേവിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത മഹാകാര്യങ്ങൾ സ്മരിക്കുവേൻ. ഇനിയും പാപം ചെയ്താൽ അവിടുന്ന് നിങ്ങളെയും നിങ്ങളുടെ രാജാവിനെയും നീക്കിക്കളയും. അധ്യായം 13. സാവൂൾ തിരസ്കൃതനാകുന്നു. രാജാവാകുമ്പോൾ സാവൂളിന് വയസ്സുണ്ടായിരുന്നു.
അവൻ വർഷം ഇസ്രായേലിനെ ഭരിച്ചു. സാവൂൾ ഇസ്രായേലിൽ നിന്ന് 3000 പേരെ തിരഞ്ഞെടുത്തു. 2000 പേർ അവനോടൊത്ത് മിക്മാഷിലും ബെതേൽ മലനാട്ടിലും നിന്നു. 1000 പേർ ജോനാഥനോടുകൂടെ ബെഞ്ചമിന്റെ ഗിബെയാദേശത്തും ആയിരുന്നു. ശേഷിച്ചവരെ അവരവരുടെ കൂടാരങ്ങളിലേക്ക് അയച്ചു. ഗേബായിലുള്ള ഫിലിസ്ത്യരുടെ കാവൽ സൈന്യത്തെ ജോനാഥാൻ പരാജയപ്പെടുത്തി. ഫിലിസ്ത്യർ അതറിഞ്ഞു. ഹെബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സാവൂൾ രാജ്യമൊട്ടുക്ക് കാഹളം മുഴക്കി. സാവൂൾ ഫിലിസ്ത്യരുടെ കാവൽ ഭടന്മാരെ പരാജയപ്പെടുത്തിയെന്നും ഫിലിസ്ത്യർ തങ്ങളെ വെറുക്കുന്നുവെന്നും ഇസ്രായേലിയർ അറിഞ്ഞു. അതിനാൽ അവർ ഗിൽഗാലിൽ സാവൂളിന്റെ അടുക്കൽ വന്നുകൂടി. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. 3000 രഥങ്ങൾ, 6000 കുതിരപ്പടയാളികൾ, കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ കാലാൾപ്പട. അവർ ബത്താവനു കിഴക്കുള്ള മിഷ്മാഷിൽ കൂടാരമടിച്ചു. അപകടസ്ഥിതിയിലാണെന്ന് മനസ്സിലായപ്പോൾ ഇസ്രായേലിയർ ഗുഹകളിലും മാളങ്ങളിലും പാറക്കെട്ടുകളിലും ശവകുടീരങ്ങളിലും കിണറുകളിലും ഒളിച്ചു. ചിലർ ജോർദാൻ നദി കടന്ന് ഗാദിലും ഗിലെയാദിലും എത്തി. സാവൂൾ ഗിൽഗാലിൽ തന്നെ ഉണ്ടായിരുന്നു. അനുയായികളാകട്ടെ ഭയചകിതരുമായിരുന്നു. സാവൂൾ സാമുവലിന്റെ നിർദ്ദേശമനുസരിച്ച് 7 ദിവസം അവന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ അവൻ ഗിൽഗാലിൽ വന്നില്ല. അതിനാൽ ജനം സാവൂളിനെ വിട്ടുപിരിയാൻ തുടങ്ങി. സാവൂൾ പറഞ്ഞു, ദഹനബലിക്കും സമാധാന ബലിക്കുമുള്ള വസ്തുക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുവേൻ. എന്നിട്ട് അവൻ തന്നെ ദഹനബലി അർപ്പിച്ചു. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവേൽ വന്നെത്തി. അവനെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കാൻ സാവൂൾ പുറത്തേക്ക് ചെന്നു. നീ എന്താണ് ചെയ്തത്? സാമുവേൽ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, ജനങ്ങൾ എന്നെ വിട്ട് ചിതറിപ്പോകുന്നതും നിശ്ചിത ദിവസമായിട്ടും അങ്ങ് വരാതിരിക്കുന്നതും ഫിലിസ്ത്യർ മിഷ്മാഷിൽ ഒരുമിച്ച് കൂടുന്നതും ഞാൻ കണ്ടു. ഗിൽഗാലിൽ വെച്ച് ഫിലിസ്ത്യർ എന്നെ ആക്രമിക്കുന്നുവെന്നും കർത്താവിൻ്റെ സഹായം ഞാൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്നും ഞാൻ ഓർത്തു. അതിനാൽ ദഹനബലി അർപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി. സാമുവേൽ പറഞ്ഞു, നീ വിഡ്ഢിത്തമാണ് ചെയ്തത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചില്ല. അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിന്റെ രാജ്യത്ത് ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കായികയാൽ തൻ്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജനത്തിന് രാജാവായിരിക്കാൻ അവിടുന്ന് അവനെ നിയോഗിച്ചു കഴിഞ്ഞു. സാമുവേൽ ഗിൽഗാലിൽ നിന്ന് ബെഞ്ചമിന്റെ ഗിബെയായിലേക്ക് പോയി. 600ഓളം പേർ മാത്രമേ സാവൂളിനോടുകൂടെ അവശേഷിച്ചിരുന്നുള്ളൂ. സാവൂളും പുത്രൻ ജോനാഥനും ആ ജനങ്ങളും ബെഞ്ചമിന്റെ ഗേബാദേശത്ത് പാളയമടിച്ചു. ഫിലിസ്ത്യർ മിക്മാഷിലും കൂടാരമടിച്ചു. ഫിലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് 3 സംഘങ്ങൾ കവർച്ചയ്ക്ക് പുറപ്പെട്ടു. ഒരു സംഘം ഷൂവാൽ ദേശത്തെ ഓഫ്രായിലേക്ക് തിരിച്ചു. മറ്റൊന്ന് ബെത്ഹൊറോനിലേക്കും മൂന്നാമത്തേത് മരുഭൂമിക്ക് അഭിമുഖമായി കിടക്കുന്ന സെബോയിം താഴ്വരയ്ക്ക് മുകളിലുള്ള അതിർത്തിയിലേക്കും പോയി. അക്കാലത്ത് ഇസ്രായേലിൽ ഒരിടത്തും കൊല്ലന്മാർ ഇല്ലായിരുന്നു. ഹെബ്രായർ വാളും കുന്തവും ഉണ്ടാക്കാതിരിക്കാൻ ഫിലിസ്ത്യർ മുൻകരുതലെടുത്തിരുന്നു. ഇസ്രായേലിയർക്ക് തങ്ങളുടെ കൊഴു, തൂമ്പ, കോടാലി, അരിവാൾ എന്നിവ മൂർച്ച വരുത്തുന്നതിന് ഫിലിസ്ത്യരുടെ അടുക്കൽ പോകേണ്ടിയിരുന്നു. കൊഴുവിനും തൂമ്പായ്ക്കും 2 ശെക്കലും കോടാലിക്കും മുടിക്കോലിനും 1 ശെക്കലും ആയിരുന്നു നിരക്ക്. യുദ്ധദിവസം സാവോളിനും പുത്രൻ ജോനാഥനുമൊഴികെ മറ്റാർക്കും വാളോ കുന്തമോ ഉണ്ടായിരുന്നില്ല. ഫിലിസ്ത്യരുടെ കാവൽ സേന മിക്മാഷ് ചുരത്തിലേക്ക് നീങ്ങി. അധ്യായം 14. ജോനാഥാന്റെ സാഹസികത. ഒരു ദിവസം സാവൂളിന്റെ പുത്രൻ ജോനാഥാൻ ആയുധവാഹകനോട് പറഞ്ഞു, നമുക്ക് അക്കരെ ഫിലിസ്ത്യ സേനയുടെ പാളയം വരെ നമുക്കൊന്നു പോകാം. എന്നാൽ ഇക്കാര്യം അവൻ പിതാവിനെ അറിയിച്ചില്ല. സാവൂൾ ഗിബെയായുടെ അതിർത്തിയിലെ മിഗ്രോനിൽ മാതള നാരകത്തിന്റെ കീഴിലായിരുന്നു. അവനോടുകൂടെ ഏകദേശം 600 പടയാളികളാണ് ഉണ്ടായിരുന്നത്. അഹിത്തൂബിന്റെ മകൻ അഹിയായാണ് ഏഫോദ് ധരിച്ചിരുന്നത്. അഹിത്തൂബ് ഇക്കാബോദിന്റെ സഹോദരനും ഫിനഹാസിന്റെ പുത്രനുമായിരുന്നു. ഷീലോയിൽ കർത്താവിന്റെ പുരോഹിതനായിരുന്ന ഏലിയുടെ പുത്രനാണ് ഫിനഹാസ്. ജോനാഥാൻ പോയ വിവരം ജനം അറിഞ്ഞിരുന്നില്ല. ജോനാഥാൻ ഫിലിസ്ത്യ സൈന്യത്തിന്റെ നേരെ ചെല്ലാൻ നോക്കിയ വഴിയുടെ അപ്പുറവും ഇപ്പുറവും കടും തൂക്കായ ഓരോ പാറയുണ്ടായിരുന്നു. ഒന്ന് ബോസസ്, മറ്റേത് സേനെ. ഒന്ന് മിക്മാഷിന് അഭിമുഖമായി വടക്ക് വശത്തും മറ്റേത് ഗേബായ്ക്ക് അഭിമുഖമായി തെക്ക് വശത്തും ഉയർന്നു നിന്നിരുന്നു. ജോനാഥാൻ ആയുധവാഹകനായ യുവാവിനോട് പറഞ്ഞു, വരുക, നമുക്ക് ഈ അപരിച്ഛേദിതരായ സൈന്യത്തിന്റെ നേരെ ചെല്ലാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? ആള് ഏറിയാലും കുറഞ്ഞാലും
കർത്താവിനെ രക്ഷിക്കാൻ തടസ്സമില്ലല്ലോ. ആയുധവാഹകൻ അവനോട് പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം പോലെ. ഞാൻ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റേതും. ജോനാഥാൻ പ്രതിവചിച്ചു, നമുക്ക് അവരുടെ നേരെ ചെന്ന് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാം. ഞങ്ങൾ വരുവോളം അനങ്ങിപ്പോകരുത് എന്ന് അവർ പറഞ്ഞാൽ മുന്നോട്ടു പോകാതെ നമുക്ക് അവിടെ തന്നെ നിൽക്കാം. കടന്നു വരുവിനെന്ന് പറഞ്ഞാൽ നമുക്ക് കയറിച്ചെല്ലാം. കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് അതായിരിക്കും അടയാളം. അങ്ങനെ അവർ ഇരുവരും ഫിലിസ്ത്യ സേനയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതാ, ഒളിച്ചിരുന്ന ഗുഹകളിൽ നിന്ന് ഹെബ്രായർ പുറത്തു വരുന്നു എന്ന് ഫിലിസ്ത്യർ വിളിച്ചു പറഞ്ഞു. കാവൽ സൈന്യം ജോനാഥാനെയും ആയുധവാഹകനെയും അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരുവേൻ, ഞങ്ങൾ ഒരു കാര്യം കാണിച്ചു തരാം. ജോനാഥാൻ ആയുധവാഹകനോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുക. കർത്താവ് അവരെ ഇസ്രായേലിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജോനാഥാൻ ഇഴഞ്ഞ് മുകളിൽ കയറി, ആയുധവാഹകൻ പിന്നാലെയും. കാവൽ സൈന്യം ജോനാഥാന്റെ മുൻപിൽ വീണു. ആയുധവാഹകനാകട്ടെ ഓരോരുത്തരെയായി വധിച്ചു. ജോനാഥാനും അവനും കൂടി നടത്തിയ ആ ആദ്യ സംഹാരത്തിൽ 1 ഏക്കർ സ്ഥലത്തിനുള്ളിൽ 20 പേരെ വധിച്ചു. പാളയത്തിലും പോർക്കളത്തിലും ജനങ്ങൾക്കിടയിലും അമ്പരപ്പുളവായി. കാവൽ സൈന്യവും കവർച്ചക്കാരും നടുങ്ങി. ഭൂമി കുലുങ്ങി. അതിഭയങ്കരമായ സംഭ്രാന്തി പരന്നു. പുരുഷാരം ചിന്നിച്ചിതറി ഓടുന്നത് ബെഞ്ചമിനിലെ ഗിബെയായിൽ ഉണ്ടായിരുന്ന സാവൂളിന്റെ കാവൽക്കാർ കണ്ടു. അപ്പോൾ സാവൂൾ തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയത് ആരെന്നറിയാൻ എണ്ണി നോക്കുവേൻ. അവർ നോക്കിയപ്പോൾ ജോനാഥനും ആയുധവാഹകനും അവിടെ ഇല്ലായിരുന്നു. ദൈവത്തിന്റെ പേടകം ഇവിടെ കൊണ്ടുവരിക എന്ന് സാവൂൾ അഹിയായോട് പറഞ്ഞു. അക്കാലത്ത് ഇസ്രായേലിയരോട് കൂടെ ആയിരുന്നു ദൈവത്തിന്റെ പേടകം. സാവൂൾ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഫിലിസ്ത്യ പാളയത്തിലെ ബഹളം മേൽക്കുമേൽ വർദ്ധിച്ചു. കൈ പിൻവലിക്കുക എന്ന് സാവൂൾ പുരോഹിതനോട് പറഞ്ഞു. അനന്തരം സാവൂളും കൂടെയുണ്ടായിരുന്ന ജനവും അണിനിരന്ന് യുദ്ധസ്ഥലത്തേക്ക് ചെന്നു. ഫിലിസ്ത്യർ പരസ്പരം പടവെട്ടി നശിക്കുന്നതാണ് അവർ അവിടെ കണ്ടത്. നേരത്തെ ഫിലിസ്ത്യരോട് കൂടെ ആയിരുന്നവരും അവരുടെ പാളയത്തിൽ ചേർന്നവരും ആയ ഹെബ്രായർ സാവൂളിനോടും ജോനാഥനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലിയരുടെ പക്ഷം ചേർന്നു. എഫ്രായിം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേലിയരും ഫിലിസ്ത്യർ തോറ്റോടിയെന്ന് അറിഞ്ഞ് പക്ഷം ചേർന്ന് അവരെ പിന്തുടർന്നു. അങ്ങനെ കർത്താവ് അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. ബെത്താവിന് അപ്പുറം വരെ യുദ്ധം നടന്നു. ഇസ്രായേലിയർ അന്ന് അസ്വസ്ഥരായിരുന്നു. കാരണം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സന്ധ്യയ്ക്ക് മുൻപേ ഭക്ഷണം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് സാവൂൾ പറയുകയും ജനങ്ങളെ കൊണ്ട് അങ്ങനെ ശപഥം ചെയ്യിക്കുകയും ചെയ്തിരുന്നു. തന്മൂലം ആരും ഭക്ഷണം കഴിച്ചില്ല. ജനം ഒരു കാട്ടുപ്രദേശത്തെത്തി. അവിടെ തേൻകട്ടകൾ നിലത്ത് വീണ കിടപ്പുണ്ടായിരുന്നു. കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്നത് അവർ കണ്ടു. എന്നാൽ ശപഥമോർത്ത് അവരാരും ഒരു തുള്ളി തേൻ പോലും കഴിച്ചില്ല. ജോനാഥനാകട്ടെ തൻ്റെ പിതാവ് ജനത്തെ കൊണ്ട് ശപഥം ചെയ്യിച്ച വിവരം അറിഞ്ഞിരുന്നില്ല. അതിനാൽ അവൻ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം തേൻകട്ടയിൽ മുക്കി അത് ഭക്ഷിച്ചു. ഉടനെ അവൻ്റെ കണ്ണ് പ്രകാശിച്ചു. അപ്പോൾ ഒരുവൻ വന്നു പറഞ്ഞു, ഇന്ന് എന്തെങ്കിലും ഭക്ഷിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് നിന്റെ പിതാവ് ജനത്തെ കൊണ്ട് ശപഥം ചെയ്യിച്ചിട്ടുണ്ട്. അവർ ക്ഷീണിച്ചുമിരിക്കുന്നു. ജോനാഥൻ പ്രതിവചിച്ചു, എൻ്റെ പിതാവ് ഈ ദേശത്തെ കഷ്ടതയിലാക്കിയിരിക്കുന്നു. അല്പം തേൻ കഴിച്ചപ്പോൾ എൻ്റെ കണ്ണു തെളിഞ്ഞത് കണ്ടില്ലേ? ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ ജനം വേണ്ടുവോളം ഭക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഫിലിസ്ത്യരെ എത്രയോ അധികം കൊന്നൊടുക്കുവാൻ സാധിക്കുമായിരുന്നു. അവർ ഫിലിസ്ത്യരെ മിക്മാഷ് മുതൽ അയ്യാലോൻ വരെ അനുധാവനം ചെയ്ത് സംഹരിച്ചു. ജനം അത്യധികം ക്ഷീണിച്ചിരുന്നു. അവർ കൊള്ളവസ്തുക്കളായ ആടുമാടുകളെയും കിടാക്കളെയും പാഞ്ഞു ചെന്ന് പിടിച്ച് നിലത്തടിച്ചു കൊന്ന് രക്തത്തോടെ ഭക്ഷിച്ചു. അവർ സാവൂളിനോട് പറഞ്ഞു, രക്തത്തോടുകൂടി ഭക്ഷിക്കുകയാൽ ജനം കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, നിങ്ങൾ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു. വലിയ ഒരു കല്ല് എൻ്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവേൻ. ഓരോരുത്തനും അവനവൻ്റെ കാളയെയോ ആടിനെയോ ഇവിടെ കൊണ്ടുവന്ന് കൊന്നു തിന്നാനും രക്തത്തോടുകൂടി ഭക്ഷിച്ച് കർത്താവിനെതിരെ പാപം ചെയ്യാതിരിക്കാനും നിങ്ങൾ എല്ലാ ജനങ്ങളോടും പറയുവേൻ. അന്ന് രാത്രി ഓരോരുത്തരും കാളകളെ കൊണ്ടുവന്ന് അവിടെ വെച്ച് കൊന്നു. സാവൂൾ കർത്താവിനൊരു ബലിപീഠമുണ്ടാക്കി. അവൻ പണിയിച്ച ആദ്യത്തെ ബലിപീഠമാണത്. സാവൂൾ പറഞ്ഞു, നമുക്ക് രാത്രിയിലും ഫിലിസ്ത്യരെ പിന്തുടർന്ന് പ്രഭാതം വരെ കൊള്ളയടിക്കുകയും സകലരെയും കൊന്നൊടുക്കുകയും ചെയ്യാം. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുക എന്ന് ജനം മറുപടി പറഞ്ഞു. എന്നാൽ പുരോഹിതൻ
നമുക്ക് ദൈവത്തോട് ആരായാം എന്ന് പറഞ്ഞു. സാവോൾ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഫിലിസ്ത്യരെ പിന്തുടരണമോ? അങ്ങ് അവരെ ഇസ്രായേലിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമോ? എന്നാൽ അവിടുന്ന് അന്ന് അവന് മറുപടി നൽകിയില്ല. സാവോൾ കൽപ്പിച്ചു, ജനത്തിലെ പ്രമാണികളെല്ലാവരും അടുത്തു വരട്ടെ. ഇന്ന് ഈ പാപം എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ചറിയാം. ഇസ്രായേലിന്റെ രക്ഷകനായ കർത്താവാണേ ഇത് ചെയ്തത്. എൻ്റെ മകൻ ജോനാഥൻ തന്നെയാണെങ്കിലും മരിക്കണം. ആരും ഉത്തരം പറഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേലിയരോടുമായി പറഞ്ഞു, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുവേൻ, ഞാനും എൻ്റെ മകൻ ജോനാഥനും മറുഭാഗത്തും നിൽക്കാം. നിന്റെ ഇഷ്ടം പോലെയാവട്ടെ എന്ന് ജനം പറഞ്ഞു. സാവോൾ അപേക്ഷിച്ചു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് അങ്ങയുടെ ദാസനോട് ഉത്തരം പറയാത്തതെന്ത്? ഈ പാപം എൻ്റേതോ എൻ്റെ മകൻ ജോനാഥൻ്റേതോ ആണെങ്കിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഉറീം കൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെതെങ്കിൽ തുമ്മീം കൊണ്ടും അടയാളം കാണിക്കണമേ. ജോനാഥനും സാവോളും കുറ്റക്കാരായി കാണപ്പെട്ടു. ജനം രക്ഷപ്പെട്ടു. സാവോൾ പറഞ്ഞു, എൻ്റെയും എൻ്റെ മകൻ ജോനാഥൻ്റെയും പേരിൽ കുറിയിടുവേൻ. കുറി ജോനാഥൻ്റെ പേരിൽ വീണു. സാവോൾ ജോനാഥനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? എന്നോട് പറയുക. ജോനാഥൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രമുക്കി അല്പം തേൻ ഞാൻ രുചിച്ചു. ഞാനിതാ മരിക്കാൻ തയ്യാറാണ്. ജോനാഥൻ, നീ വധിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ. അപ്പോൾ ജനം സാവോളിനോട് പറഞ്ഞു, ഇസ്രായേലിന് വൻ വിജയം നേടിക്കൊടുത്ത ജോനാഥൻ മരിക്കണമെന്നോ? അത് പാടില്ല. കർത്താവാണേ സത്യം. അവൻ്റെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീണുകൂടാ. അവൻ ദൈവേഷ്ടമാണ് ഇന്ന് പ്രവർത്തിച്ചത്. അങ്ങനെ ജനം ജോനാഥനെ രക്ഷിച്ചു. അവൻ വധിക്കപ്പെട്ടില്ല. സാവോൾ ഫിലിസ്ത്യരെ പിന്തുടരാതെ മടങ്ങി. ഫിലിസ്ത്യരാകട്ടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ഇസ്രായേലിന്റെ രാജാവായതിനു ശേഷം മൊവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സോബ രാജാക്കന്മാർ, ഫിലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള ശത്രുക്കളോടെല്ലാം സാവോൾ പൊരുതി. അവൻ ചെന്നിടങ്ങളിലെല്ലാം വിജയം വരിച്ചു. അവൻ അമലേക്യരോടും വീരോടെ പൊരുതി ജയിച്ചു. ഇസ്രായേലിനെ കവർച്ചക്കാരുടെ കരങ്ങളിൽ നിന്ന് മോചിച്ചു. സാവോളിന്റെ പുത്രന്മാർ ജോനാഥനും ഇഷിയും മൽക്കിഷിയുമായിരുന്നു. പുത്രിമാരിൽ മൂത്തവൾ മേരബ്, ഇളയവൾ മിഖാൽ. അഹിമാസിന്റെ മകൾ അഹിനോവാം ആയിരുന്നു സാവോളിന്റെ ഭാര്യ. പിതൃസഹോദരനായ നേറിന്റെ മകൻ അബ്നേർ സേനാപതിയും. സാവോളിന്റെ പിതാവ് കിഷും അബ്നേറിന്റെ പിതാവ് നേറും അബിയേലിന്റെ പുത്രന്മാരായിരുന്നു. സാവോളിന്റെ ഭരണകാലം മുഴുവൻ ഫിലിസ്ത്യരുമായി ഉഗ്രയുദ്ധം നടന്നു. ശക്തരും ധീരരുമായവരെയെല്ലാം അവൻ തന്നോടുകൂടെ ചേർത്തിരുന്നു.